ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശക്തമായ ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. നമ്മളുടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിശക്തമായ ചൂടാണ് നമ്മുടെ നാട്ടിലും കേരളത്തിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് എങ്കിലും അതൊന്നും ഫലവത്താകാത്ത അവസ്ഥയിൽ ഓരോ ദിവസവും കഠിനമായ ചൂട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളികളെല്ലാം AC ആയി, വീടുകളുമെല്ലാം ഒരു മുറിയിലല്ലെങ്കിൽ 2 മുറികളിൽ 3 മുറികളിൽ AC ഫിറ്റ് ചെയ്ത് ചൂടിനെ പ്രതിരോധിക്കാൻ നാം ശ്രമിക്കുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം വൈദ്യുതി ബോർഡ് വലിയ പ്രതിസന്ധിയിലാണ് എന്ന് അടിക്കടി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മുമ്പൊരിക്കലുമില്ലാത്ത വിധത്തിൽ ചൂട് കാരണമായി തൊഴിൽ സമയങ്ങളിൽ നിയന്ത്രണം വേണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നു. രാവിലെ 11 മണി മുതൽ 3 മണി വരെ വെയിലത്ത് നിന്ന് പണിയെടുക്കരുത് എന്ന് മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകപ്പെടുന്നു. മുമ്പൊരിക്കലും ചർച്ചയാകാത്ത വിധത്തിൽ ഇന്ന് ശക്തമായ ചൂട് നമുക്കിടയിൽ ചർച്ചയാണ്. ഇന്ന് പരസ്പരം കാണുമ്പോൾ നാം ആദ്യം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളിൽ ഒന്നായി ചൂട് മാറിയിരിക്കുകയാണ്. എന്തൊരു ചൂടാണ് എന്ന് നമ്മൾ പറയാത്ത ഒരു ദിവസം പോലുമില്ല. ശക്തമായ വെയിലിൽ 2 വീലർ ഓടിച്ച് റോഡിലൂടെ പോകൽ, പുറത്തേക്ക് ഇറങ്ങൽ, വെയിലിൽ നിൽക്കൽ, ഇതെല്ലാം അസഹനീയമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശക്തമായ ചൂടിന്റെ സമയത്ത് മുഅ്മിനീങ്ങളായ വിശ്വാസികളായ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില ഗുണപാഠങ്ങളും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്ന ചില ഇബാദത്തുകളുമുണ്ട്. നാം അത് അറിഞ്ഞിരിക്കുകയും പഠിച്ചിരിക്കുകയും ചെയ്യേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ സന്ദർഭോചിതമാണ്. കാലാവസ്ഥയെല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത് പോലെയാണ് നമ്മളുടെ ദുനിയാവിലെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ചൂടും തണുപ്പും വെയിലും തണലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ശക്തമായ ചൂട് അനുഭവപ്പെടാറുണ്ടായിരുന്നു. ആ സമയത്ത് സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുന്ന ചില അമലുകളുണ്ട്, വർദ്ധിപ്പിക്കേണ്ട ചില ദിക്റുകളുണ്ട്. അതെല്ലാം ഹദീസിന്റെ കിതാബുകളിൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, മഴ ലഭിക്കാനുള്ള ഖുർആനിന്റെ ആയത്തുകളിലൂടെ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് ഇസ്തിഗ്ഫാർ. കാരണം ഈ ദുനിയാവിൽ അത് സമുദ്രത്തിലാണെങ്കിലും കരയിലാണെങ്കിലും ഏത് പ്രയാസങ്ങളും നമുക്ക് പ്രകൃതിയിലൂടെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങളുടെ പേരിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇത് സമുദ്രത്തിലാണെങ്കിലും കരയിലാണെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ഒരു കാര്യമാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി
ബിമാ കസബത് ഐദിന്നാസ്. ഫസാദുകൾ വെളിവാകുന്നത് അത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമാണ്. കഠിനമായ ചൂടും മുഅ്മിനീങ്ങൾ ആദ്യമായി വിലയിരുത്തേണ്ടത് അതെന്റെ ഈ ദുനിയാവിലെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് വിലയിരുത്തണം. 1000 സയന്റിഫിക്കായ കാരണങ്ങളുണ്ട്. അതാണ് കാരണങ്ങൾ എന്ന് നമ്മളുടെ മുമ്പിൽ പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്, മുഅ്മിനീങ്ങളായ നമ്മൾ അതിനെപ്പറ്റി വായിച്ചിരിക്കുകയും പഠിച്ചിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. IPCC എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് IPCC എന്ന് പറയുന്ന ആ വാക്കിന്റെ ഫുൾ ഫോം. കാലാവസ്ഥാപരമായ കാര്യങ്ങളെ വായിക്കുന്നവർക്ക് ആധികാരികമായ ഒന്നാമത്തെ വിവരങ്ങൾ ലഭിക്കുന്നത് ഈ IPCCയിൽ നിന്നാണ്. 195 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് IPCC, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന്. കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി മാത്രം ചർച്ച ചെയ്യാനുള്ള ബോഡിയാണത്. വിവിധ സ്ഥലങ്ങളിൽ അതിന്റെ കോൺഫറൻസുകൾ നടക്കാറുണ്ട്. ആ കോൺഫറൻസുകളിൽ എങ്ങനെ പ്രകൃതിയെ നാം ഉപയോഗിക്കണമെന്ന വിഷയത്തിൽ രാജ്യങ്ങൾ 195 രാജ്യങ്ങളാണ് ഒരുമിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളാറുണ്ട്. ഹരിതഗൃഹ വാതകങ്ങളൊക്കെ ഏത് നിലയിൽ കൺട്രോൾ ചെയ്യപ്പെടണമെന്ന വിഷയത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിലും രാഷ്ട്രീയ അടിസ്ഥാനത്തിലും ആ കോൺഫറൻസുകളിൽ തീരുമാനങ്ങൾ നടപ്പാക്കപ്പെടാറുണ്ട്. കോപ്പൻഹേഗനിൽ, ജപ്പാനിൽ ഒക്കെ നടന്ന വിഖ്യാതമായ ചില കോൺഫറൻസുകൾ IPCCയുടേത് ഈ കാലാവസ്ഥാ വ്യതിയാന കാലത്ത് നാം വായിച്ചിരിക്കുകയും പഠിച്ചിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവസാനം നടന്ന ഇസ്തംബുളിലെ, തുർക്കിയിൽ നടന്ന ഒരു യോഗമുണ്ട് IPCCയുടെ. ആ യോഗത്തിന്റെ റിപ്പോർട്ട് നമുക്ക് ലഭ്യമാണ്. ആ റിപ്പോർട്ടിൽ വളരെ ഗൗരവത്തിൽ ചില കണക്കുകൾ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്, വായിക്കേണ്ടതായിട്ടുണ്ട്. 2000 അഥവാ BC 2000, 1000 വർഷങ്ങൾ, ആദ്യത്തെ 1000, രണ്ടാമത്തെ 1000, ഈ 1000 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് 20ാം നൂറ്റാണ്ടിലാണ്. 1901 മുതൽ 2000 വരെയുള്ള 100 വർഷം. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ടത് 1990 മുതൽ 2000 വരെയുള്ള 10 വർഷങ്ങളിലാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ അന്തരീക്ഷത്തിന്റെ ഊഷ്മാവുണ്ടല്ലോ, താപനില, അതൊരു 0.1 ഡിഗ്രി സെൽഷ്യസ് കൂടുക എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റത്തിന്റെ ഒരു പ്രതിഫലനമാണ്. എന്നാൽ 90 മുതൽ 95 വരെയുള്ള 5 വർഷങ്ങൾക്കിടയിൽ 0.4 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില കൂടിയത്. ആ കണക്ക് വെച്ച് പറയുകയാണ് 2090 ആകുമ്പോ ഇപ്പോഴുള്ളതിനേക്കാൾ 5.8 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുമത്രേ. പലതരത്തിലുള്ള മരം നട്ടുപിടിപ്പിക്കൽ, ലോകം മുഴുവനും വനങ്ങൾ സൃഷ്ടിക്കൽ, അത്തരത്തിൽ പ്രകൃതിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കൽ എന്നൊക്കെ പറയുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് പ്രതിരോധ മാർഗങ്ങൾ എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ചൂടിന് കുറവൊന്നുമില്ല. മുഅ്മിനീങ്ങളായ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഈ സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പള്ളിയിലുള്ളവരും മുഅ്മിനീങ്ങളും വായിച്ചിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. ദുനിയവിയായ മെഅയാറുകളെ നമ്മളാൽ കഴിയും വിധത്തിൽ നാം സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഈമാന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. പ്രകൃതിയെ പറ്റി ചിന്തിക്കുവാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അള്ളാഹു പറയാണ്, രാവിലെയും പകലിനെയും ഇങ്ങനെ മാറ്റുന്നവൻ അള്ളാഹുവാണ്. ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. രാവിനെ കുറിച്ചും പകലിനെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ചിന്തിക്കണമെന്ന് അള്ളാഹു പറയുകയാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർ,
ഈ അന്തരീക്ഷ വ്യതിയാനങ്ങളെ പറ്റി ചിന്തിക്കണം. രാപകലുകളുടെ വ്യത്യാസത്തെ പറ്റി ചിന്തിക്കണം. ഖുർആനിന്റെ പല പ്രയോഗങ്ങളാണ്. ഉലുൽ അബ്സാർ, ഉലുൽ അൽബാബ് എന്നെല്ലാം. അങ്ങനെയുള്ളവർ ഇത് ചിന്തിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതിനോടൊപ്പം മുഅ്മിനീങ്ങൾ അവരുടെ ഈമാന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടേണ്ടതാണ്. ആദ്യം പറഞ്ഞ ആയത്ത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. സമുദ്രത്തിലാണെങ്കിലും കരയിലാണെങ്കിലും കുഴപ്പങ്ങൾ വെളിവാകുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് മഴ ലഭിക്കാനുള്ള ആദ്യത്തെ വഴിയായി പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട അമൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ പാപങ്ങൾ സമ്മതിക്കലാണ്, ഇസ്തിഗ്ഫാറാണ്. ഖുർആന്റെ ആയത്താണ് കേട്ടോ. മഴ ലഭിക്കാനുള്ള ആദ്യത്തെ അമൽ അതാണ്. ഞാനും നിങ്ങളും പ്രതിജ്ഞ എടുക്കേണ്ടത് ആ അമൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനാണ്. മഴയ്ക്ക് വേണ്ടിയിട്ട് നാം എല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. മഴ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മഴയില്ലായ്മയുടെ പ്രയാസങ്ങളെയും കുടിവെള്ള ലഭ്യത അത് കുറയുമ്പോഴും വീട്ടിൽ വേണ്ടതുപോലെ വെള്ളമെത്താതെ വരുമ്പോഴുമെല്ലാം നാം മഴയെക്കുറിച്ച് ആകുലപ്പെടാറുണ്ട്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് നമ്മളോട്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ല്, നിങ്ങൾക്ക് നാം മഴ നൽകാം. അല്ലാഹു പറയുകയാണ്, വഅനിസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ. പടച്ചവനെ, പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. പടച്ചവനെ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേട്, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകും. ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. അല്ലാഹു പറയാണ്, അല്ലാഹു നിങ്ങൾക്ക് കോരിച്ചൊരിയുന്ന മഴ നൽകും ഇസ്തിഗ്ഫാറിലൂടെ. മുഅ്മിനീങ്ങൾ വിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിൽ ആദ്യമായി തിരുത്തേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെയാണ്. അതിലൂടെ അല്ലാഹു ആദ്യം വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് നാം സമൃദ്ധമായ മഴ നൽകാം എന്നാണ്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ വേറെ ആരെയോ പറ്റി ആർക്കോ വേണ്ടി എന്ന് പറയുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പറയുന്നത് എന്നോടും നിങ്ങളോടുമാണ്. നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാവണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാവണം, ജീവിതത്തിൽ പിഴവുകൾ സംഭവിച്ചു പോയി റബ്ബേ എന്ന് പറയുന്നവരാവണം. അങ്ങനെയായാൽ മഴ നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്. കോരിച്ചൊരിയുന്ന മഴ, മിദ്റാറ. ആ വാക്കിന് വലിയ ഒരു മാസ്മരികമായ സൗന്ദര്യമുണ്ട് സഹോദരങ്ങളെ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ആകാശത്തെ അല്ലാഹു തആല നിങ്ങളുടെ മേൽ സമൃദ്ധമായി പെയ്യിക്കും. ഇത് അല്ലാഹു തആല പറയുന്ന വാഗ്ദാനമാണ്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദൗത്യത്തെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് സൂറത്തുൽ ഹൂദിൽ പലവിധങ്ങളായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെയും പറഞ്ഞിട്ട് സ്വാലിഹ് നബിയുടെ ജനതയോട് സ്വാലിഹ് നബി നടത്തുന്ന ഒരു ഉപദേശം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സ്വാലിഹ് നബി തന്റെ ജനതയോട് പറഞ്ഞു അത്രേ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് മഴ നൽകുമെന്ന്. വഅനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും വേണം, പശ്ചാത്തപിച്ച് മടങ്ങുകയും വേണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല മഴ നൽകും എന്ന് ഖുർആൻ. IPCCയുടെ കണ്ടെത്തലുകളും ആഗോള താപനത്തെക്കുറിച്ചും ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുമെല്ലാം നാം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും മരം നട്ട് പിടിപ്പിക്കുന്നതിന്റെ പ്രത്യേകതകളെയും പ്രയോജനങ്ങളെയും ഉൾക്കൊള്ളുകയും അത്തരത്തിലുള്ള നമ്മളാൽ കഴിയുന്ന നടപടികളൊക്കെ നാം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും വിശുദ്ധ ഖുർആനിന്റെ വക്താവ് എന്ന നിലയിൽ, ഈമാനുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ എന്നോടും നിങ്ങളോടും പറയുന്ന ആദ്യത്തെ റെമഡി അതാണ്. മഴ ലഭിക്കാനുള്ള പരിഹാരം ഇസ്തിഗ്ഫാറും തൗബയുമാണ്. പടച്ചവനോട് പൊറുക്കലിനെ തേടൂ. അള്ളാഹു ഈ കഠിനമായ ചൂട് മാറ്റിത്തരും. ഒന്ന് പെയ്താൽ മതിയായിരുന്നു. വൈകുന്നേരം ഇങ്ങനെ ഇരുണ്ട് വരുമ്പോ നമ്മൾ പറയുന്നില്ലേ,
ഇങ്ങനെ കാറ്റടിച്ചു പോകാതെ ഒന്നിങ്ങ് പെയ്താൽ മതിയായിരുന്നു. സുബഹിക്ക് ശേഷം ചെറുതായിട്ട് നിന്ന് കാർമേഘം ഇരുണ്ടുകൂടിയപ്പോ പത്രം വായിച്ചുകൊണ്ട് ചൂടിന്റെ ജാഗ്രതയെ പറ്റിയിട്ട്, ഉഷ്ണ സമയത്ത് സ്വീകരിക്കേണ്ട മുന്നറിയിപ്പുകളെ പറ്റി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞുപോയി, ഒന്ന് പെയ്തായിരുന്നെങ്കിൽ എന്ന്. ഒന്ന് പെയ്തായിരുന്നെങ്കിൽ. നിങ്ങൾക്ക് 1-2 മഴയെങ്കിലും കിട്ടിയില്ലേ? ഇവിടെ അതുപോലും കിട്ടിയിട്ടില്ല എന്ന് പരിസര പ്രദേശത്തുള്ളവർ നമ്മളെ വിളിച്ചു പറയുമ്പോ നമുക്ക് ഏതാണ്ട് ചൂട് കുറഞ്ഞ മാതിരിയാണ്. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറിലേക്ക് തിരിച്ചുവരിൻ. അള്ളാഹുവിനോട് കൂടുതലായി പൊറുക്കലിനെ തേടി. തീർച്ചയായും അത് മഴ ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. മറ്റൊരു വഴി, മറ്റൊരു അമൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദശ്തദ്ദൽ ഹർ ഫഅബ്രിദൂ ബിസ്സലാഹ്. ചൂട് കൂടിയാൽ ശ്രദ്ധിക്കണേ. നമ്മൾ സാന്ദർഭികമായ അമലുകൾ, ഹദീസുകൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അത് കയറണം. അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുകയും വേണം. നബി തങ്ങൾ പറയാണ്, ചൂട് കൂടിയാൽ ഫഅബ്രിദൂ ബിസ്സലാഹ്, നിങ്ങൾ നിസ്കാരം കൊണ്ട് ആ ചൂടിനെ തണുപ്പിക്കൂ എന്ന്. നിസ്കാരം കൊണ്ട് നിങ്ങൾ ചൂടിനെ തണുപ്പിക്കുക എന്ന്. നിസ്കാരം കൊണ്ട് ചൂടിനെ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ AC ഉള്ള പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നാണോ? എന്താണ് നിസ്കാരം കൊണ്ട് ചൂടിനെ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ചൂട് കഠിനമായി കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതലായി തിരിയുക എന്നർത്ഥം. നിസ്കാരത്തിൽ കൂടുതലായി ശ്രദ്ധിക്കുക എന്നർത്ഥം. നാം അമലുകളിലേക്ക് തിരിച്ചു വരുമ്പോ, പടച്ചവനിലേക്ക് മടങ്ങി വരുമ്പോ തീർച്ചയായും അല്ലാഹുവിന്റെ കരുണയുടെ, റഹ്മത്തിന്റെ നോട്ടം നമ്മളുടെ മേലുണ്ടാകും. മഴ അല്ലാഹുവിന്റെ റഹ്മത്താണ്, അത് അല്ലാഹുവിന്റെ കരുണയാണ്. അത് ഈ അമലുകളിലൂടെ അല്ലാതെ നമുക്ക് ലഭിക്കുകയില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ നിസ്കാരം കൊണ്ട് നിങ്ങളുടെ ചൂടിനെ തണുപ്പിക്കൂ എന്ന്. നമ്മളിങ്ങനെ ചൂട് സമയത്ത് തണൽ ലഭിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവരാണ്. മൂന്നാറിലേക്ക് പോകുന്നു, ഊട്ടിയിലേക്ക് പോകുന്നു, കൊടൈക്കനാല് പോകുന്നു. മലമുകളിൽ ചെന്ന് ഇവിടെയും ചൂടാണല്ലോ എന്നോർത്ത് നെടുവീർപ്പിട്ട് തിരിച്ചു വരുന്നു. മറ്റൊരിക്കലും അനുഭവപ്പെടാത്ത ചൂട് നമ്മുടെ ഹിൽ സ്റ്റേഷനുകളിൽ കൂടുതലായ ചൂട് അനുഭവപ്പെടുന്നു. ചൂടിൽ നിന്ന് രക്ഷ കിട്ടാന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി ഓടിച്ച് വയനാട് എന്നത്. അവിടെ ചെന്നപ്പോ ഇവിടുത്തെ ചൂടും അവിടുത്തെ ചൂടൊക്കെ സെയിമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതുവരെയും നമ്മൾ ഇങ്ങനെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. പരിഹാരം പരിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും മുഅ്മിനീങ്ങളോട് പറയുകയാണ്, സഹോദരങ്ങളെ, നിങ്ങൾ ചൂടിനെ നിസ്കാരം കൊണ്ട് തണുപ്പിക്ക്. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹു തആല മഴ നൽകും. മറ്റൊരു പ്രധാനപ്പെട്ട അമൽ ഈ കാലാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അമലാണ് കേട്ടോ. ഭയങ്കര കൂലി കിട്ടാവുന്ന ഒരു അമൽ. ആ അമൽ എന്താണെന്ന് അറിയുമോ സഹോദരങ്ങളെ? അത് വെള്ളം സദഖ ചെയ്യലാണ്. വെള്ളം സദഖ ചെയ്യൽ. അത് കുടിവെള്ളമാണെങ്കിലും ഉപയോഗത്തിനുള്ള വെള്ളമാണെങ്കിലും വെള്ളം വിതരണം ചെയ്യൽ, അത് ഈ സമയത്ത് ഭയങ്കര പ്രതിഫലമുള്ള അമലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം ദാനം ചെയ്യുന്നതിന്റെ പ്രതിഫലങ്ങൾ പറയുന്ന ധാരാളം ഹദീസുകളുണ്ട്. ഒന്നും രണ്ടും അല്ല, ഒരുപാട് ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും പറയുമ്പോ നമ്മളൊക്കെ വിശദീകരണത്തിൽ പറയുകയും നമ്മളെ പഠിപ്പിക്കപ്പെടുകയും നാം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്, വിശദീകരണത്തിന്റെ കിതാബുകൾ എഴുതിയിരുന്നത് അറബ് രാജ്യങ്ങളിൽ ചൂട് കൂടുതലാണ്. അവിടെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും, വെള്ളമില്ലാത്ത സാഹചര്യമുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ വെള്ളം വിതരണം ചെയ്യലും വെള്ളം സദഖ ചെയ്യലുമെല്ലാം വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ ആ ഹദീസുകൾ അങ്ങനെയായിരുന്നു വായിച്ചിരുന്നത് സഹോദരങ്ങളെ. ഇന്ന് നമ്മുടെ വീട്ടിൽ ടാപ്പ് തുറന്നപ്പോ വെള്ളമില്ലാതെ വരുമ്പോഴാണ്, കുടിക്കാനായിട്ട് കുടിവെള്ളത്തിന് വേണ്ടി നാം കഷ്ടപ്പെടുമ്പോഴാണ് വെള്ളത്തിന്റെ വില നമുക്ക് മനസ്സിലാവണത്. അത് സദഖ ചെയ്യുമ്പോഴുള്ള കൂലി മനസ്സിലാകുന്നത്. ദാഹിച്ചിരിക്കുമ്പോ ഒരു തുള്ളി വെള്ളം അതിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴുള്ള സുഖം മനസ്സിലാകുന്നത്. ആലോചിച്ച് നോക്കി. വെള്ളം സദഖ ചെയ്യൽ വലിയ പ്രതിഫലമുള്ള അമലാണ്. അത് ഈ ചൂട് സമയത്ത് ശ്രദ്ധിക്കേണ്ട ഇബാദത്തും കൂടിയാണ്. പ്രത്യേകിച്ച് കിണറുകളിലെ വെള്ളം സദഖ ചെയ്യൽ.
നമ്മൾ നമ്മുടെ കിണറുകൾ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കരുത്. നമുക്കൊരു കിണറുണ്ട്, ഒരുപാട് വെള്ളം അതിനകത്തുണ്ട്, എത്ര മോട്ടർ അടിച്ചാലും വെള്ളം വച്ചില്ല. ചില കിണറുകൾ അങ്ങനെ ഉണ്ടാവും അല്ലെ? എത്ര വെള്ളം അടിച്ചാലും എത്ര മോട്ടർ അടിച്ചാലും പിറ്റേ ദിവസം രാവിലെയാകുമ്പോ അതിന്റെ അതേ തലത്തിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് ഏത് വേനലിലും വറ്റാത്ത കിണറാണ്. അപ്പോഴാണ് അടുത്തുള്ള ഒരാൾ, അയൽവാസിയായ മനുഷ്യൻ, ഈ മോട്ടറും കൂടി ആ കിണറ്റിൽ വെച്ചോട്ടെ എന്ന് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കറിയാം ആ വെള്ളം വച്ചില്ല എന്ന്. അല്ലെങ്കിൽ മഴക്കാലത്ത് ആ മോട്ടർ അവിടെ ഉണ്ടായിരുന്നു, വേനലായപ്പോ നമ്മൾ പോയി പറയാണ്, എന്തെന്നാ ഇപ്പൊ അടിക്കല്ലേ കേട്ടോ, ഞങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളം പോലും അത് തീർന്നു പോകുമെന്നുള്ള ആശങ്കയാണ്. രണ്ട് കാര്യമുണ്ട്, ചെയ്യാൻ പറയലുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വരുന്ന ആശങ്കയുണ്ട്. സഹോദരങ്ങളെ, വെള്ളം സദഖ ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമേ ഉള്ളൂ, അതിൽ കൂടുതൽ ആ കിണറ്റിലില്ല, അതിനപ്പുറത്തേക്ക് കൊടുക്കാനുമില്ല. നമുക്കത് ഉപയോഗിക്കാം. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് നൽകുക, അതൊക്കെ ഭയങ്കര ഇബാദത്തും ഭയങ്കരമായ മാനസികാവസ്ഥയും ഈമാനികമായ പക്വതയുമുള്ളവർക്ക് മാത്രം വരുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ ആ അവസ്ഥയല്ല പറയുന്നത്. വറ്റാത്ത കിണറുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ വെള്ളം ദാനം ചെയ്യൂ. ഈ സമയത്ത് കൂടുതലായി അയൽവാസികൾക്ക് എത്തിച്ചു കൊടുക്കൂ. വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ആ വെള്ളം വിതരണം ചെയ്യൂ. വലിയ സദഖയാണ്, ഭയങ്കര പ്രതിഫലമുള്ള അമലാണ്. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു അവர்கள் അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, തങ്ങളെ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഞാൻ ഉമ്മാക്ക് വേണ്ടി സദഖ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, തീർച്ചയായും സദഖ ചെയ്യൂ, അതിന്റെ കൂലി ആ ഉമ്മയുടെ ഖബറിലേക്ക് എത്തും, തീർച്ചയായും സദഖ ചെയ്യും. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അവர்கள் നബി തങ്ങളോട് തിരിച്ചു ചോദിച്ചു, അയ്യു സദഖതി അഫ്ളലു യാ റസൂലല്ലാഹ്, തങ്ങളെ, ഞാൻ ചെയ്യാവുന്ന സദഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സദഖ ഏതാണ് നബിയെ ഒന്ന് പറഞ്ഞു തന്നാലും. നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത അമൽ ഏതാണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അമൽ സഖിയുൽ മാ എന്നാണ്. നിങ്ങൾ വെള്ളമില്ലാത്തവർക്ക് വെള്ളം കൊടുക്കൂ. വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് കിണർ കുത്തിക്കൊടുക്കൂ. ഇനി അതല്ല, വെള്ളമില്ലാത്ത ഒരു വീട്ടുകാർക്ക് വെള്ളം നിന്റെ കിണറ്റിൽ നിന്ന് ദാനം ചെയ്യൂ. അതാണ് നിനക്ക് ചെയ്യാൻ കഴിയുന്ന, നിന്റെ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സദഖ എന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. അത് മനസ്സിലാകണമെങ്കിൽ സഹോദരങ്ങളെ, ഇത്തരം ചൂടും ഈ കാലാവസ്ഥയിലൂടെയും നാം കടന്നു പോകണം. വെള്ളമില്ലാത്ത അവസ്ഥ നാം ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ സദഖയിൽ ഒന്നാണത്. ഏറ്റവും ശ്രേഷ്ഠമായ സദഖ വെള്ളം ദാനം ചെയ്യൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോ വല്ലാതെ പ്രചരിച്ചു നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ. പത്തനംതിട്ട ടൗൺ പള്ളി ഒരു വലിയ അമൽ ചെയ്തതായിട്ട്, വഴിയാത്രക്കാരായ ആളുകൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്ത തണുപ്പിച്ച വെള്ളം വെക്കുന്ന ഒരു ഫ്രീസർ അവർ അവരുടെ ഗേറ്റിന് സമീപം സ്ഥാപിച്ചു. ആർക്കും വരാം, വെള്ളം, തണുപ്പിച്ച വെള്ളം കുപ്പികളിലാക്കിയോ കുടിച്ചോ അല്ലാതെ കൊണ്ടുപോകാം. അവിടെ അവർ ഒരു ദുആയും എഴുതി വെച്ചിരിക്കുന്നു, വെള്ളം കുടിച്ചതിന് ശേഷം പറയേണ്ട ദുആ. ആലോചിച്ച് നോക്കി, എന്ത് വലിയ ദൈവത്താണെന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് പള്ളികളിൽ അൽഹംദുലില്ലാഹ് അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല വീടുകളിലുണ്ട്. സഹോദരങ്ങളെ, വീടുകളിലും, നിങ്ങളുടെ വീടുകൾ റോഡരികിലാണെങ്കിൽ ഈ സദഖ നിങ്ങൾ ഏറ്റെടുക്കിൻ. റോഡരികിൽ ഒരു ഫ്രീസർ സ്ഥാപിച്ചു കൊടുക്കിൻ. ഇനി ഫ്രീസർ വെക്കാനുള്ള സംവിധാനം കയ്യിലില്ലെങ്കിൽ വെള്ളാരങ്കല്ലുകൾ നിറഞ്ഞ ഒരു മൺകുടം നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വെക്കിൻ, ആ റോഡരികിൽ വെക്കിൻ. അതിലെ ആ തണുത്ത ജലം വഴിയാത്രക്കാർ കുടിച്ചോണ്ട് പോട്ടെ, വഴിയാത്രക്കാർ ആ വെള്ളം ഉപയോഗിക്കട്ടെ. എന്തു വലിയ കൂലിയാണെന്നറിയുമോ ഈ സമയത്ത്? പള്ളികൾ ഇതിന് മാതൃക കാണിക്കേണ്ടവയാണ്. വീടുകൾ നാം അതൊരു അവസരമായി മനസ്സിലാക്കുകയും, ടൗൺ പ്രദേശത്തൊക്കെ വീടുള്ളവർ, വഴിയാത്രക്കാർ കൂടുതലായി നടന്നു പോകുന്ന വഴികൾക്ക് സമീപം വീടുള്ളവർ, ഇനി കടകളിലാണെങ്കിൽ പോലും സഹോദരങ്ങളെ, നമ്മുടെ കടയുടെ മുന്നിൽ സൗജന്യമായി
തണുത്ത വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊരുക്കി ഈ സമയത്ത് വലിയ ഇബാദത്താണ്. മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവറുകൾ എഴുതുന്ന ഒരു വാക്കുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ സദഖ വെള്ളം കുടിപ്പിക്കലാണ്. താബിഈങ്ങൾ പറയുമായിരുന്നു അത്രേ. ഇമാം ഖുർത്തുബി തങ്ങൾ എഴുതുകയാണ്, താബിഈങ്ങൾ പറയുമായിരുന്നു അത്രേ, ആർക്കെങ്കിലും പാപഭാരം കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നുപോയി, അത് പൊറുപ്പിക്കപ്പെടണം, അങ്ങനെയുള്ളവർ വെള്ളം ദാനം ചെയ്യട്ടെ എന്ന്. എന്നിട്ട് ഇമാം ഖുർത്തുബി തങ്ങൾ എഴുതി, ഒരു വിശന്നു വലഞ്ഞ, ദാഹിച്ചു വലഞ്ഞ ഒരു പൂച്ചയ്ക്ക്, ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ പലർക്കും അല്ലാഹു തആല സ്വർഗം നൽകിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് മുഅ്മിനായ ദാഹിച്ചു വലഞ്ഞ ഒരു മനുഷ്യന് നീ വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഒരുക്കിയാൽ നിന്റെ പാപങ്ങൾ അല്ലാഹു തആല പൊറുപ്പിക്കാതിരിക്കുക എന്ന്. ആരെങ്കിലും ഒരു കിണർ കുഴിച്ചാൽ ആ കിണറ്റിൽ നിന്ന് ആര് വെള്ളം കുടിച്ചാലും, അത് പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും, ആഖിറത്തിൽ വലിയ പ്രതിഫലമുള്ള അമലാണ് എന്ന് പഠിപ്പിക്കുന്നു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ റിയാന്റെ കിണർ എന്ന് പറയുന്ന ഒരു കഥ? റിയാന്റെ കിണർ വായിച്ചു നോക്കിയോളൂ. മലയാളത്തിൽ ആ പുസ്തകമായി തന്നെ വായിക്കാൻ കിട്ടും. റിയാന്റെ കിണർ. ആരാണ് റിയാൻ? കാനഡയിൽ ജീവിച്ചിരിക്കുന്ന ഒരു 6 വയസ്സുകാരൻ. ആ 6 വയസ്സുകാരൻ ലോകത്തുണ്ടാക്കിയ ഒരു വിപ്ലവത്തിന്റെ കഥയാണ് റിയാന്റെ കിണർ. സൂസൻ എന്ന് പറയുന്ന മാതാവും ഈ റിയാന്റെ പിതാവും, ആ പിതാവിന്റെയും മാതാവിന്റെയും പ്രോത്സാഹനത്തിൽ കിണർ വിപ്ലവത്തിന് ലോകത്ത് മാതൃക സൃഷ്ടിച്ച ഒരു ചെറിയ പയ്യൻ. 6 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് വീട്ടിലെ സ്കൂളിൽ ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കുന്നതിനിടയിൽ ജലത്തെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച് ഒക്കെ വാചാലമായി പഠിപ്പിക്കുന്നതിനിടയിൽ ടീച്ചർ പറഞ്ഞു, ആഫ്രിക്കയിലെ കുട്ടികൾ വെള്ളം കിട്ടാതെ മരിച്ചു പോകുന്ന കാഴ്ചകളെ പറ്റിയിട്ട് ആ ടീച്ചർ വിശദീകരിച്ചു. കുടിക്കാൻ വെള്ളമില്ല. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ സാർ, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടാവും. കുടിക്കാൻ വെള്ളമില്ലാതെ മരിച്ചു വീഴുക, ദാഹിച്ച് മരിച്ചു പോവുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. 1 2 ആണോ? ലോകത്ത് ദാഹിച്ച് മരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയുമോ? ദാഹിച്ച് മരിക്കുന്നവർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മലിനജലം കിട്ടാൻ വേണ്ടി മൈലുകളോളം നടന്ന് ക്യൂ നിൽക്കുന്നവർ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാഴ്ചയാണ്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ദാഹിച്ച് മരിച്ചു പോകുന്നവർ ആഫ്രിക്കയിൽ ഓരോ വർഷവും. ഈ കഥ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ ഈ കുഞ്ഞു റിയാന്റെ മനസ്സിൽ ഒരു തോന്നൽ വരികയാണ്, എങ്ങനെ ആഫ്രിക്കയിൽ ഒരു കിണർ കുത്തി കൊടുക്കാം? ടീച്ചറോട് സംശയം ചോദിച്ചു. ടീച്ചർ പറഞ്ഞു, അതിന് ഒരുപാട് തുകയാകും മോനെ, $70 വേണം. എന്റെ അറിവനുസരിച്ച് $70 വേണം. എന്നാലാണ് അവിടെ കിണർ കുത്താൻ പറ്റുള്ളൂ. വീട്ടിൽ വന്നു അച്ഛനോടും അമ്മയോടും റിയാൻ പറഞ്ഞു, എനിക്കൊരു $70 വേണം. എന്തിനാണ് നിനക്ക് $70? പറഞ്ഞു, എനിക്കൊരു ആഫ്രിക്കയിൽ കിണർ കുഴിക്കാനാണ്. മോൻ അന്നത്തെ ക്ലാസ്സിൽ കേട്ട എന്തെങ്കിലും കാര്യത്തിൽ താല്പര്യം തോന്നിയിട്ട് ഒരു ആവേശം തോന്നുമ്പോൾ ചോദിക്കലുണ്ടല്ലോ, അതായിരിക്കുമെന്ന് വിചാരിച്ച് 1-2 ദിവസം മൈൻഡ് ചെയ്യാതെ വിട്ടു. പക്ഷെ ആ കുഞ്ഞിന്റെ മനസ്സിൽ ആ കുട്ടികളുടെ ചിത്രങ്ങൾ ഇങ്ങനെ പതിഞ്ഞു കിടന്നു. ആ കുട്ടി വീണ്ടും വീണ്ടും പൈസ ആവശ്യപ്പെട്ട പോലെ ഈ അമ്മ പറഞ്ഞു അത്രേ, സൂസൻ, ഞാൻ നിനക്ക് പൈസ തരാം, പക്ഷെ $70 ഒരുമിച്ചെടുക്കാൻ എന്റെ കയ്യിലില്ല. നീ ഒരു കാര്യം ചെയ്യൂ, നീ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളിൽ എന്നെ സഹായിക്കൂ, അതിന് കൂലിയായി ഞാൻ നിനക്ക് ഓരോ സെന്റുകൾ തരാം, ഒരു അല്പമല്പം പൈസ തരാം, നീ അത് കൂട്ടിവെക്കൂ. ഈ കുഞ്ഞത് മറന്നുപോകുമെന്ന ധാരണയിലാണ് ഈ അമ്മ അങ്ങനെയൊന്ന് മനസ്സ് തിരിച്ചുവിടാൻ ശ്രമിച്ചത്. പക്ഷെ ആ കുഞ്ഞ് തന്റെ ബിസ്ക്കറ്റ് പാട്ടയിൽ താൻ അമ്മയെ സഹായിക്കുന്നതിന് അമ്മ നൽകുന്ന കൂലി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയത്രേ. ഇത് കണ്ടുകൊണ്ട് മുത്തച്ഛൻ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുന്നയാളായിരുന്നു. പൈൻ മരങ്ങളുടെ കായ്കൾ ഉപയോഗിച്ച് ആ കായ് പറക്കിക്കൊണ്ടുവന്നാൽ ഞാൻ നിനക്ക് കുറച്ച് ചില്ലറ തരാമെന്ന് മുത്തച്ഛൻ ഓഫർ ചെയ്തു അത്രേ. സഹോദരങ്ങളെ, എന്താണെങ്കിലും കുഞ്ഞുറയാന്റെ ബിസ്ക്കറ്റ് പാട്ടയിൽ $70 $70 പൂർത്തിയായപ്പോ ഈ $70 ടീച്ചറിന്റെ അടുക്കലേക്ക് വന്നു. ടീച്ചറെ, ആഫ്രിക്കയിൽ കിണർ കുത്തണം. ഇദ്ദേഹം കാനഡക്കാരനാണ്.
ആഫ്രിക്കയിൽ കിണർ കുത്തണം. ടീച്ചർ അത്ഭുതപ്പെട്ടു. അന്ന് പറഞ്ഞു പോയതാണ് ടീച്ചർ. സഹോദരങ്ങളെ, ഈ കഥ ഇന്ന് ലോകത്ത് റിയാൻസ് വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു 6 വയസ്സുകാരന്റെ കഥയാണ്. കിണറിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ഒരു 6 വയസ്സുകാരൻ $70 ടീച്ചറുടെ അടുക്കലേക്ക് വന്നു. ടീച്ചർ വാട്ടർ ക്യാൻ എന്ന് പറയുന്ന ഒരു സംഘടനയുമായി റിയാനെയും മാതാപിതാക്കളെയും ബന്ധപ്പെടുത്തി. അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴാണ് $70 ടീച്ചറുടെ അറിവില്ലായ്മയാണ്. ടീച്ചർക്ക് പരിമിതമായ അറിവേ ആ വിഷയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആഫ്രിക്കയിൽ കിണർ കുത്താൻ $2000 വേണം എന്നറിഞ്ഞത്. അപ്പോൾ ആ വാട്ടർ ക്യാനിൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത്രേ റയാനോട്, അവന്റെ ഈ ഉത്സാഹം കണ്ടുകൊണ്ട്, മോനെ ഞാനും സഹായിക്കാം, മോൻ തിരിച്ചു പോകൂ, $2000 തിരിച്ചു വരും. തിരിച്ചു പോയ ഈ കുഞ്ഞു റിയാന്റെ മനസ്സിലെ ആഗ്രഹത്തെ വാട്ടർ ക്യാനിലെ ഒരു ജേർണലിസ്റ്റായ ഉദ്യോഗസ്ഥൻ ഒരു മാധ്യമത്തിൽ എഴുതി. റയാൻ തുടക്കം കുറിക്കുന്ന വിപ്ലവം എന്ന നിലയിൽ ആ പത്രവാർത്ത അമേരിക്കയിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് എത്തി. റയാന്റെ അക്കൗണ്ടിലേക്ക് പല സ്ഥലത്തിൽ നിന്നും പൈസ ഒഴുകാൻ തുടങ്ങി. പല കമ്പനിക്കാരും അവരുടെ പ്രമോഷന് വേണ്ടിയിട്ട് റിയാനെ സമീപിച്ചു. അതിലൂടെയെല്ലാം റിയാന് പൈസ ഉണ്ടായി. $2000 പൂർത്തിയായപ്പോ വാട്ടർ ക്യാൻ ഫൗണ്ടേഷനിലേക്ക് വീണ്ടും വന്നു റിയാൻ. ആഫ്രിക്കയിൽ ഒരു കിണർ കുത്തണം, എനിക്കൊരാഗ്രഹമുണ്ട്, അത് ഏതെങ്കിലും ഒരു സ്കൂളിന് സമീപത്തായിരിക്കണം. അപ്പോൾ ആ സ്കൂളിലെ കുട്ടികൾക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാമല്ലോ എന്ന്. സഹോദരങ്ങളെ, ഉഗാണ്ടയിലെ, വടക്കേ ഉഗാണ്ടയിലെ ഒരു സ്കൂളിന് സമീപം റയാന്റെ കിണർ ആദ്യമായി കുടിക്കാൻ വാട്ടർ ക്യാൻ ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷന്റെ കീഴിലുള്ള മറ്റ് ഒരു ഫൗണ്ടേഷനിലൂടെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഫിസിഷ്യൻസിന്റെ ഒരു കൂട്ടായ്മയെ ഉപയോഗിച്ചുകൊണ്ട് ഉഗാണ്ടയിൽ റയാന്റെ ആദ്യത്തെ കിണർ കുഴിക്കുകയാണ്. കിണർ കുഴിക്കാൻ തുടങ്ങി. $2000 ഉണ്ട് കയ്യിൽ. ആളുകൾ കഷ്ടപ്പെട്ടാണ് കിണർ കുഴിക്കുന്നത്. സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ റയാൻ ചോദിച്ചു അത്രേ, പെട്ടെന്ന് വെള്ളം കിട്ടാൻ എന്താണ് വഴി? അപ്പോൾ പറഞ്ഞു, അത് മെഷീൻ കൊണ്ടുവന്ന് കുഴിക്കണം, അതിന് $25,000 ആവും. $25,000. അറിയാൻ പറഞ്ഞു, ഞാൻ $25,000 ഉണ്ടാക്കാം, കുട്ടികൾക്ക് വേഗം വെള്ളം എത്തിക്കണം. ഇതിനിടയിൽ അമേരിക്കയിൽ റയാന്റെ ഈ സംവിധാനം അതിങ്ങനെ പരന്നു, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തി. സഹോദരങ്ങളെ, പൈസ വരാൻ തുടങ്ങി. ഉഗാണ്ടയിൽ, വടക്കേ ഉഗാണ്ടയിലെ ഒരു സ്കൂളിന് സമീപം, അങ്കോള പ്രൈമറി സ്കൂൾ, ആ സ്കൂളിന് സമീപം റയാന്റെ ആദ്യത്തെ കിണർ പൂർത്തിയായി. അതിന്റെ ഉദ്ഘാടനത്തിന് ഒരു തുറന്ന ജീപ്പിൽ റയാൻ വന്നു. കുഞ്ഞു റയാൻ ആ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും റയാൻ 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 എന്ന് ആർത്തു വിളിക്കുകയാണ്. എന്റെ പേരിങ്ങനെ ഈ ഗ്രാമത്തിലുള്ളവർക്കറിയാം. നിന്റെ പേര് ഈ ഗ്രാമത്തിൽ മാത്രമല്ല, ആഫ്രിക്ക മുഴുവനും അറിയാം. ഒരു കിണറാണ് ആ പയ്യൻ ആദ്യമായി കുഴിച്ചത്. ഇന്ന് ആ വിപ്ലവം എവിടെ എത്തിയെന്നറിയുമോ സഹോദരങ്ങളെ? റിയാൻസ് വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയ്ക്ക് ഇന്ന് ഓൺഗോയിങ് 1724 പ്രൊജക്ടുകളുണ്ട് വെള്ളത്തിന് വേണ്ടി മാത്രം. അതിലൂടെ 14 ലക്ഷത്തിലധികം പേർക്ക് ആഫ്രിക്കയിൽ വെള്ളം കൊടുക്കാൻ ആ ഫൗണ്ടേഷന് സാധിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് വിചാരിച്ചതാണ്. അതികഠിനമായി ചൂടിന്റെ സമയത്ത് നമ്മുടെ അയൽവാസിക്ക് നമ്മുടെ കിണറിൽ നിന്ന് വെള്ളം നൽകുന്നത്, നമ്മുടെ പള്ളിക്ക് സമീപം ഒരു ഫ്രീസർ യൂണിറ്റ് സ്ഥാപിക്കുന്നത്, നമ്മുടെ കടകൾക്ക് മുമ്പിൽ ഒരു ഫ്രീസർ യൂണിറ്റ് നാമായി സ്ഥാപിക്കുന്നത്, അതിലൂടെ വഴിയാത്രക്കാർക്ക്, ദാഹിക്കുന്നവർക്ക് സൗജന്യമായി തണുത്ത വെള്ളം നൽകുന്നത്, സഹോദരങ്ങളെ, റബ്ബിന്റെ അടുക്കൽ വലിയ സദഖയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിങ്ങനെ ആഫ്രിക്കയിൽ കിണർ കുത്തുക എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് ഇപ്പോൾ പോകണ്ട. ആ സ്വപ്നം കാണുന്നവർ അതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണൂ, സന്തോഷം. പക്ഷെ നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക് ഈ കഠിനമായ ചൂടിൽ, ഈ കഠിനമായ വേനലിൽ നാം അവർക്ക് വെള്ളം എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യൂ. അതിന് അല്ലാഹുവിന്റെ അടുക്കൽ ഈ സമയത്ത് വലിയ പ്രതിഫലമുണ്ട്, വലിയ കൂലിയുണ്ട്. ഇസ്തിഗ്ഫാറിലൂടെ അല്ലാഹുവിനോട് മഴയെ ചോദിക്കുക, നിസ്കാരത്തിലേക്ക് കൂടുതലായി ശ്രദ്ധിക്കുകയും അതിലൂടെ അല്ലാഹുവിനോട് മഴയെ
നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യുക, ദുആ ചെയ്യുകയും ചെയ്യുക. അതിനോടൊപ്പം നമുക്ക് മിച്ചമായി വരുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളം സാധുക്കളായ ആളുകൾക്ക് സദഖ ചെയ്യുക. 3 വിഭാഗം ആളുകളിലേക്ക് ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നോക്കുകയില്ല എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ എണ്ണിയത് ഇങ്ങനെയാണ്: റജുലുൻ മനഅ ഫള മാഇൻ ബിതരീഖിൻ മനഅഹു മിൻ ഇബ്നി സബീൽ. ഒരു മനുഷ്യൻ, അവന് മിച്ചമായ വെള്ളം കയ്യിലുണ്ട്, ആവശ്യത്തിനധികം വെള്ളം അവന്റെ കയ്യിലുണ്ട്, എന്നിട്ട് അവൻ വഴിയാത്രക്കാരന് വെള്ളം കൊടുത്തില്ല, അവനോട് നാളെ ആഖിറത്തിൽ അല്ലാഹു മിണ്ടുകയില്ല, അവന്റെ നേരെ നോക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വേനൽ സമയത്തെ ഇബാദത്തുകൾ ശ്രദ്ധിക്കുകയും കൂടുതലായി ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുകയും നിസ്കാരത്തിൽ കൂടുതലായി ശ്രദ്ധ ചെലുത്തുകയും നമ്മുടെ കയ്യിലുള്ള ഈ വെള്ളം, മിച്ചമായിരിക്കുന്ന വെള്ളം, നമ്മുടെ അയൽവാസികൾക്ക്, വഴിയാത്രക്കാർക്ക് ശുദ്ധമായ തണുത്ത ജലം എത്തിക്കാനുള്ള സംവിധാനങ്ങളെ പറ്റി ആലോചിക്കുകയും ചെയ്യും. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കൂലിയുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാന്ദർഭികമായ ഇത്തരം ഇബാദത്തുകൾ കൂടുതലായി ശ്രദ്ധിക്കാൻ, ഇത്തരം ദിക്റുകളും ഇസ്തിഗ്ഫാറും ജീവിതത്തിൽ ദായിമാക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.